ഹായ് എല്ലാവർക്കും നമസ്കാരം. കേഡറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ ഒരു ചെറിയ ക്വിക്ക് റീക്യാപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സിബ്ലിങ്സ് ആയിട്ടുള്ള ബ്രോണ്ടെ സിസ്റ്റേഴ്സിനെ കുറിച്ചാണ് ഒരു ചെറിയ റീക്യാപ്പ് നോക്കുന്നത്. അവരെ എന്ന് ജനിച്ചു, അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ എന്താണ്, ഇത്രയും പോകുന്ന ഒരു ചെറിയ റീക്യാപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നമുക്ക് അതിലൂടെ ഒന്ന് മുന്നിലേക്ക് പോയി നോക്കാം. ഇതിന്റെ ബ്രോഡർ സെൻസിൽ നമ്മളുള്ള ക്ലാസ്സുകൾ നമ്മൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് നോട്ട് ഉണ്ടാക്കി ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും ശ്രമിക്കണം. എനിവേ, യു വിൽ സ്റ്റാർട്ട്. ആദ്യത്തെ ബ്രോണ്ടെ സിസ്റ്റേഴ്സിൽ വരുന്ന ആളാണ് ഷാർലറ്റ് ബ്രോണ്ടെ. 1816 ജനിക്കുകയും 1855 മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ മേജർ വർക്ക്സ് നോക്കിക്കഴിഞ്ഞാൽ ജെയിൻ എയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൽ നമ്മളെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഈ പ്ലേലിസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഷോർട്ട് റീക്യാപ്പിലുള്ള കുറേ വീഡിയോസ് കാണാൻ പറ്റും. ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യാം. 1847 ജെയിൻ എയർ വന്നിട്ടുള്ളത്. ഷേർലെ വന്നു 1849. വില്ലറ്റ് 1853. ആൻഡ് ദ ലാസ്റ്റ് വൺ ദ പ്രൊഫസർ, ഓക്കെ, അത് വന്നിട്ടുള്ളത് 1857. അത് പോസ്റ്റ്മസ്, അവരുടെ മരണശേഷമാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട തീംസ് വരുന്നത്? ഫീമെയിൽ ഇൻഡിപെൻഡൻസ്, മൊറാലിറ്റി ആൻഡ് ക്ലാസ് സ്ട്രഗിൾ എന്നാണ് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഷാർലറ്റ് ബ്രോണ്ടയുടെ പ്രധാനപ്പെട്ട വർക്കുകളായിട്ടുള്ള ജെയിൻ എയർ, ഷെർലി, വില്ലറ്റ് ആൻഡ് ദ പ്രൊഫസർ, ഇതിലൂടെ അവർ പറയുന്നത് ഫീമെയിൽ ഇൻഡിപെൻഡൻസ്, മൊറാലിറ്റി ആൻഡ് ക്ലാസ് സ്ട്രഗിൾസ്. അതുപോലെ ഹൗ ഡിഡ് ഷീ റൈറ്റ് റിയലിസം വിത്ത് റൊമാൻറ്റിക് ആൻഡ് ഗോത്തിക് എലമെന്റ്സ്. ജെയിൻ എയറിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നത്. അതുപോലെ സ്ട്രോങ് ഫെമിനിസ്റ്റ് അണ്ടർടോൺ ഉണ്ടായിരിക്കും. ഓക്കെ, ഫെമിനിസം ഒക്കെ ഒന്ന് വളർന്നു തുടങ്ങിയ കാലഘട്ടമായിരുന്നു. ഫീമെയിൽ പ്രോട്ടഗണിസ്റ്റ് സീക്ക് ഈക്വാലിറ്റി ഇൻ ലവ് ആൻഡ് ലൈഫ് അതിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നുണ്ട്. ഇനി ഫോക്കസസ് ഓൺ സൈക്കോളജിക്കൽ ഡെപ്ത് ആൻഡ് ഇന്നർ കോൺഫ്ലിക്റ്റും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ആളാണ് എമിലി ബ്രോണ്ടെ. 1818 ഇവര് 1816. 1818 ജനിക്കുക, 1848 മരിക്കുകയും ചെയ്തു. ഇനി പ്രധാനപ്പെട്ട വർക്ക് വൂതറിംഗ് ഹൈറ്റ്സ്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഗോത്തിക്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അവരുടെ ഏക നോവൽ എന്ന് പറയുന്നത്. ഓൺലി നോവൽ, എമിലി ബ്രോണ്ടെ എഴുതിയ ആകെയുള്ള ഒരു നോവലാണ് വൂതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി പോയംസ്, അവരുടെ പ്രധാനപ്പെട്ട പോയംസ് ക്യുറർ, എല്ലിസ് ആൻഡ് ആക്ടൻ ബെൽ. ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പേരെയും മൂന്ന് പെൻ നെയിം അല്ലെങ്കിൽ പെറ്റ് നെയിം ഇട്ടിട്ട് വിളിക്കുന്നുണ്ട്. എമിലീനെ വിളിക്കുന്നത് എല്ലിസ് എന്നാണ്, എല്ലിസ് ബെൽ എന്നാണ്. ഒരാളെ വിളിക്കുന്നത് ആക്ടൻ ബെൽ എന്നാണ്. അതുപോലെ തന്നെ അടുത്ത ആളെ വിളിക്കുന്നത്, ഇപ്പൊ ഷാർലറ്റ് ബ്രോണ്ടെ വിളിക്കുന്നത് കോറർ ബെൽ എന്നാണ്. ഓക്കെ, ഇങ്ങനെ ഓരോരോ പേരുകളിലും ഓരോരോ ബെല്ല് ചേർത്തിട്ടാണ് ഇവരെ വിളിക്കുന്നത്. അപ്പൊ എമിലി ബ്രോണ്ടേനെ വിളിക്കുന്നത് എല്ലിസ് ബെൽ എന്നാണ്. റൈറ്റ്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട തീമും സ്റ്റൈലും നോക്കിക്കഴിഞ്ഞാൽ ഡാർക്ക് ആൻഡ് ഗോത്തിക് അറ്റ്മോസ്ഫിയറിലുള്ള ഒരു നോവലാണ് ഉണ്ടായിരിക്കുക. കാരണം ഉത്തറിംഗ് ഹൈറ്റ്സ് മാത്രമാണ് അവർ എഴുതിയ നോവൽ ഉള്ളത്. അതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഗോത്തിക് ലിറ്ററേച്ചറിലുള്ളതായിരുന്നു. റൈറ്റ്. അടുത്തത് ഫോക്കസ് ഓൺ റിവെഞ്ച്, പാഷൻ ആൻഡ് ഡിസ്ട്രക്റ്റീവ് ലവ്. ഓക്കെ, അതും ഈ ഉദറിംഗ് ഹൈറ്റ്സിന്റെ പ്രധാനപ്പെട്ടതാണ്. റൈറ്റ്. അടുത്തത് നേച്ചർ ആസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമൻ ഇമോഷൻ. പതറ്റിക് ഫാലസി എന്ന് പറയുന്നതിലേക്ക് ഇതിൽ ചാടരുത്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് തരത്തിലായിരിക്കും വയലന്റ് ട്രാജിക് ക്യാരക്ടേഴ്സ് വിത്ത് സൈക്കോളജിക്കൽ ഡെപ്ത്, അതും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ക്യാരക്ടേഴ്സ്, ഓക്കെ, ഇപ്പോൾ ഉത്രിങ് ഹൈറ്റ്സിലുള്ള ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലവിനൊക്കെ വേണ്ടി പാഷനേറ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. പിന്നീടാണ് ഗോത്തിക് എലമെന്റ്സ് ഒക്കെ വന്നിട്ട് അവരെ ഓരോന്ന് ചെയ്യുന്നത്. റൈറ്റ്. ഓക്കെ. അടുത്ത ആള് ആൻ ബ്രോണ്ടെ. ആൻ ബ്രോണ്ടയുടെ പെറ്റ് നെയിം അല്ലെങ്കിൽ പെൻ നെയിമാണ്, അവരെ വിളിക്കുന്ന പേരെന്താണ്? ആക്ടൻ ബെൽ എന്നാണ്. ഓക്കെ. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ആഗ്നസ് ഗ്രേ 1847. അതുപോലെ ദ ടെനന്റ് ഓഫ് വൈറ്റ് ഫെൽ ഹാൾ 1848. ഇത് തരത്തിലുള്ള തീംസും സ്റ്റൈലുമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. റിയലിസ്റ്റിക് ആയിരുന്നു. മോസ്റ്റ് റിയലിസ്റ്റിക് ഓഫ് ദ ത്രീ സിസ്റ്റേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തത്. കാരണം നേരത്തെയുള്ള ആൾക്കാരെ ചർച്ച ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടെ ഒരു ഗോത്തിക് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഡാർക്ക് തീംസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവരെങ്ങനെയായിരുന്നു? ആൻഡ്രോണ്ട് എങ്ങനെയായിരുന്നു? ആഗ്നസ് ഗ്രേയും ദ ടെനന്റ് ഓഫ് വൈൽഡ് ഫെൽ ഹാളും എഴുതുമ്പോൾ ബേസിക്കലി ഹാർഷ് റിയാലിറ്റീസ് ആണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൽക്കഹോളിസം, വിമൻസ് ഒപ്രഷൻ, ഡൊമസ്റ്റിക് അബ്യൂസ് എന്ന് പറയുന്ന സമൂഹത്തിൽ അന്നും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വാട്ട് ഡിഡ് ഷീ ഡു? അഡ്വക്കേറ്റഡ് ഫോർ വിമൻസ് ഓട്ടോണോമി ആൻഡ് മോറൽ സ്ട്രെങ്ത്. ഓക്കെ.
ഏർലി ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. ചാലഞ്ചസ് വിക്ടോറിയൻ സോഷ്യൽ നോം. വിക്ടോറിയൻ സോഷ്യൽ നോം എന്ന് പറയുമ്പോൾ വിക്ടോറിയ രാജ്ഞി ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന പുരുഷന്മാര് ആധികാരം അല്ലെങ്കിൽ ആധിപത്യം കാണിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ആ സോഷ്യൽ നോമിനെതിരെയാണ് ആൻ ബ്രോണ്ടയുടെ ആഗ്നസ് ഗ്രേയും അതുപോലെ ടെനന്റ് എന്ന് പറയുന്ന നോവലും വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഇവരെ 3 പേരുകൾ ഇട്ട് വിളിക്കുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ എന്താണെന്ന് നോക്കി. അപ്പോൾ ബേസിക്കലി ഈ ഒരു ക്വിക്ക് റീക്യാപ്പ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾ ഫോളോ ചെയ്യാം. റൈറ്റ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ ഇതുപോലെ ഒരു ക്വിക്ക് റീക്യാപ്പ് ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ ആൻഡ് സീ യു.